1940-50 കാലഘട്ടത്തിൽ നമ്മുടെ പള്ളികളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡ്യൂട്ടി. ഇന്ന് നമ്മൾ ശരിയത്ത് കോളേജ്, ദവാ കോളേജ് എന്നൊക്കെ പറയും പോലെയാണ് അന്ന് മദ്രസ എന്നുള്ള ഉപയോഗം. 1924 തുടങ്ങിയത്. അതിൻ്റെയും എത്രയോ മുമ്പ് ഹിജറ 700-കളിൽ അവിടെ മതപഠനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ സുന്നികളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി സുന്നികൾക്ക് വിവരമില്ല, സുന്നികൾ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന ഒരു പ്രചരണം നടത്തിയതാണ്. ഇത് സത്യത്തിൽ മുസ്ലിമീങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു ആരോപണമായിരുന്നു. ഈ കുഞ്ഞിമൂസ മൗലവിയുടെ മദ്രസക്കെതിരെ പാടിയ പാട്ടായിരുന്നു ഇത് എന്ന ചരിത്രം ആരും എഴുതുന്നുണ്ട്, മുജാഹിദീങ്ങൾ തന്നെ എഴുതുന്നുണ്ട്. കേരളത്തിൽ മദ്രസ സംവിധാനം തുടങ്ങിയത് ആരാണ്? പലരും അവകാശവാദങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ സുന്നികൾ മദ്രസ വിരോധികളാണ് എന്നൊരു ചെറിയൊരു വിഭാഗം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ വസ്തുത? മദ്രസകൾ ഞങ്ങളെ തുടങ്ങിയതാണ്. സുന്നികൾ മദ്രസക്കെതിരായിരുന്നു. ഇപ്പോൾ സുന്നികൾ മദ്രസയുടെ ആളായി മാറിയിട്ടുണ്ട് എന്നൊരു പ്രചരണം ചിലയിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മദ്രസ എന്ന പേര്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ മദ്രസ എന്ന് പറയുന്നത് പ്രാഥമിക കേന്ദ്രങ്ങൾക്കാണ്, മതപഠന കേന്ദ്രങ്ങൾക്കാണ്. നമ്മൾ അലിഫ് ബാ പഠിക്കുന്നത്, അതുപോലെ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്കാണല്ലോ നമ്മൾ മദ്രസ എന്ന് പേര് പറയുന്നത്. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ഉന്നത പഠന കേന്ദ്രങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്കാണ് മദ്രസ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇമാം നവവി തങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങൾക്ക് മദ്രസ എന്നായിരുന്നു പേര്. മദ്രസത്തുൽ അഷ്റഫിയ, മദ്രസത്തുൽ നിലാമിയ. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന, മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഇട്ട പേരായിരുന്നു മദ്രസ. ഇപ്പോൾ ഉദാഹരണത്തിന് വായക്കാട് 1871 അവിടെ കോയപ്പത്തൊടി കുടുംബത്തിൽപ്പെട്ട ആളുകൾ മതപഠനത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം വഖഫ് ചെയ്യുകയും അവിടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനവർ കൊടുത്തിരുന്ന പേര് തൻമിയത്തുൽ ഉലൂം മദ്രസ എന്നാണ്. തൻമിയത്തുൽ ഉലൂം മദ്രസ. അക്കാലത്ത് പിന്നെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ഓത്തുപള്ളി എന്നൊക്കെയാണ് പറയുക. ഓത്തുപള്ളികൾ. ഈ ഓത്തുപള്ളികളിൽ എല്ലാ ആളുകളും പഠിക്കും. അവിടെ നിന്നും ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ മദ്രസയിൽ വന്ന് ചേരുക. തൻമിയത്തുൽ ഉലൂം മദ്രസ. അത് 1871 അവിടെ ആണ് പിന്നീട് ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മൗലാന ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വലിയ പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ ദർസിന് വേണ്ടി വന്നത് 1909 മഹാനവറുകളാണ് തൻമിയത്തുൽ ഉലൂം മദ്രസ എന്ന പേര് മാറ്റി പിന്നീട് ദാറുൽ ഉലൂം മദ്രസ എന്നാക്കി മാറ്റിയത്. അതുപോലെ 1924 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ നേതൃത്വമായിരുന്നല്ലോ. പാങ്ങിൽ ഉസ്താദിൻ്റെ സ്ഥാപനം, അവർ ഒരു പുതിയ സംവിധാനങ്ങളൊക്കെ തുടങ്ങി. താനൂർ ഇസ്ലാഹുൽ ഉലൂം മദ്രസ എന്നായിരുന്നു എൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ മദ്രസ എന്നത് വലിയ ഉന്നത സ്ഥാപനങ്ങൾക്കായിരുന്നു അന്ന് പേരിട്ടിരുന്നത്. താനൂർ സ്ഥാപനം 1924 തുടങ്ങിയത്. അതിൻ്റെയും എത്രയോ മുമ്പ് ഹിജറ 700-കളിൽ അവിടെ മതപഠനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ മഹാനായ ഉമർ ഖാദി അവിടെ പഠിച്ചിട്ടുണ്ട്, അവിടെ മുദരിസായിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ ഉന്നത കലാലയങ്ങൾക്ക് ഇടക്കാലത്ത് മദ്രസ എന്നുള്ള പേര് വന്നു. ദർസ് എന്നുള്ള പേര് ഉപയോഗിക്കും. ആ കാലത്തൊക്കെ വലിയ വലിയ മുദരിസുമാരുണ്ടല്ലോ. ഇപ്പോൾ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അവരുടെ ഉസ്താദുമാരൊക്കെ പഠിച്ച സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് അവരൊക്കെ പഠിച്ചത്. പിന്നീട് ഉപരിപഠനത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും തുടക്കം വിദ്യാഭ്യാസമൊക്കെ കേരളത്തിൽ നിന്നാണ്. അപ്പം അന്ന് ദർസ്, മദ്രസ എന്ന പേരുകളായിരുന്നു. നമ്മളിപ്പോൾ പറയുന്ന മദ്രസക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന പേര് ഓത്തുപള്ളി എന്നാണ്. ഓത്തുപള്ളി അങ്ങനെയാണ് പറയുക. പിന്നീട് ഈ മദ്രസ എന്ന പേര് കാലങ്ങൾക്ക് ശേഷം ഉന്നത പഠന കേന്ദ്രങ്ങൾക്ക് അറബി കോളേജ്, ശരിയത്ത് കോളേജ്, അതുപോലെ ദവാ കോളേജ് എന്നൊക്കെ ആയി. പിന്നെ ആ സമയത്താണ് മദ്രസ എന്നത് പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് പറഞ്ഞു തുടങ്ങിയത്.
ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ മദ്രസ എന്നത് പിന്നെ ഈ വഹാബികൾ അല്ലെങ്കിൽ ഈ 1921 ശേഷം വന്നതാണ് എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ ഒരിക്കലും ശരിയല്ല. പിന്നെ പ്രാഥമിക വിദ്യാലയം അതെന്നു മുതൽ തുടങ്ങിയതാണ്? അത് കേരളത്തിൽ 1921 ശേഷം വന്നതോ അല്ലെങ്കിൽ അതിന് ശേഷം വന്നതോ ഒന്നുമല്ല. ഈ മദ്രസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓത്തുപള്ളി എന്ന് പറയുന്നത് കേരളത്തിൽ കൊണ്ടുവന്നത് സ്വഹാബികളുടെ കാലം മുതലാണ്. സ്വഹാബികൾ കൊണ്ടുവന്നതാണ്. കാരണം ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം വേണം. നിസ്കാരത്തെക്കുറിച്ച് പഠിക്കണം, നോമ്പിനെക്കുറിച്ച് പഠിക്കണം, ഹജ്ജിനെക്കുറിച്ച് പഠിക്കണം, അങ്ങനെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണമല്ലോ. ഈ പഠനവും സ്വഹാബികളുടെ കാലം മുതൽ തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മദ്രസ സംവിധാനം എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ സ്വഹാബികളുടെ കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മതപഠനങ്ങൾ. പിന്നീട് പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്. പരിഷ്കരണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആ പരിഷ്കരണങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് പിന്നെ മഹാനായ പൊന്നാനി മഖ്ദൂമുമാരുടെ കാലം, അതുപോലെ ചാലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ കാലം, പിന്നീട് 1951 പറവണ്ണ ഉസ്താദിൻ്റെ കാലം, ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സുൽത്താൻ ഉലമയുടെ കാലം. അങ്ങനെ പരിഷ്കരണങ്ങൾ മതവിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതല്ലാതെ ഈ മതവിദ്യാഭ്യാസം തുടങ്ങിയത് ഇന്നാണ് അല്ലെങ്കിൽ 1921 ശേഷമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അത് സ്വഹാബികളുടെ കാലം മുതൽ തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരിവിടെ 10ഉം 12ഉം പള്ളി ഉണ്ടാക്കി അവർ പോയി, അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ വരിക. ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കണ്ടേ? പള്ളി നിർമ്മിച്ചത് എന്തിനാണ്? നിസ്കരിക്കാനാണ്. അപ്പം നിസ്കാരം പഠിക്കണമെങ്കിൽ അറിവ് വേണം. അറിവ് പഠിക്കണമെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കണം, അത് കൂട്ടമായി വായിക്കാൻ പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം. ഇതാണല്ലോ പ്രാഥമിക വിദ്യാഭ്യാസം. ആ പ്രാഥമിക വിദ്യാഭ്യാസം അന്ന് പള്ളികളിൽ വെച്ചും പള്ളി പരിസരത്ത് വെച്ചുമായിരുന്നു നൽകിയിരുന്നത്. ഓത്തുപള്ളി എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ സുന്നികൾ മദ്രസയ്ക്ക് എതിരായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിലെ? സുന്നികൾ മദ്രസയ്ക്ക് എതിരായിരുന്നു എന്ന് പറയുന്നത് മദ്രസയ്ക്ക് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് തന്നെ സുന്നികൾ എതിരായിരുന്നു എന്ന് ശത്രുക്കൾ പറയാറുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഒരാളുടെ കൂടെ നീ കൂടരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു കാരണം പറയണം. കാരണം പറയുന്നതാണ്, അവന് വിവരമില്ല. വിവരമില്ലാത്ത ഒരാളോട് കൂടെ കൂടരുത് എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. നീ അവൻ്റെ കൂടെ പോകരുത്, കാരണം അവന് വിവരമില്ല എന്ന് പറയും. ഇതുപോലെ നമുക്ക് പിന്നെ സുന്നികളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി സുന്നികൾക്ക് വിവരമില്ല, സുന്നികൾ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന ഒരു പ്രചരണം നടത്തിയതാണ്. ഇത് സത്യത്തിൽ മുസ്ലിമീങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു ആരോപണമായിരുന്നു. ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും അവർ നേരിട്ടത് മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് പ്രയാസം ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളോട് മാത്രം 300-ലധികം പോരാട്ടങ്ങൾ നടത്തിയെന്നാണല്ലോ ചരിത്രം പറയുന്നത്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, മുസ്ലിമീങ്ങൾ മതഭ്രാന്തന്മാരാണ്, അവർ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. CN അഹമ്മദ് മൗലവിയും KK മുഹമ്മദ് അബ്ദുൽ കരീമും കൂടി രചിച്ച ഒരു പുസ്തകമുണ്ട്. 2 കൊല്ലം എടുത്തിട്ടാണ് ആ പുസ്തകം രചിച്ചത്, മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പിന്നെ മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയിരുന്നു. ഏത്? മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, അവർ വെറും മതഭ്രാന്തന്മാരാണ്, അവർ ശരിയില്ല എന്ന് അവർ പ്രചരിപ്പിച്ചു. ആ പ്രചരണം ചില ആളുകൾ ഏറ്റെടുത്തു എന്ന് CN പറയുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും വഹാബികൾ ആ പ്രചരണം ഏറ്റെടുത്ത് ഇവിടെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങളെ ഒന്നിനും പറ്റാത്തവരാണ്, അവർക്ക് തൗഹീദ് അറിയില്ല, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങളെ വക്കം മൗലവി വന്നപ്പോഴാണ് ഇവിടെ എല്ലാം ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കുകയാണ്. സത്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1921 മുമ്പ് ജാഹിലിയ കാലം, ഒരു വിവരമില്ല എന്നാണ് വഹാബികളുടെ പ്രചരണം. എങ്കിൽ ഈ 1920 മുമ്പാണല്ലോ വക്കം മൗലവിയും KM മൗലവിയും ഒക്കെ വിദ്യ അഭ്യസിച്ചത്. അവരെവിടുന്നാണ് അക്ഷരങ്ങൾ പഠിച്ചിരുന്നത്? അവരെവിടുന്നാണ് മതം പഠിച്ചിരുന്നത്? അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ മുജാഹിദിൻ്റെ സ്ഥാപക നേതാക്കൾ KM മൗലവി, അലവി മൗലവി, അതുപോലെ EK മൗലവി, TK മൗലവി, ഇങ്ങനെ കുറേ മൗലവിമാരുണ്ട്. ഈ മൗലവിമാരൊക്കെ 1920 മുമ്പ് അക്ഷരങ്ങൾ പഠിച്ചവരാണ്. അവരെവിടുന്നാണ് അക്ഷരങ്ങൾ പഠിച്ചത്? അവരെവിടുന്നാണ് മതകാര്യങ്ങൾ പഠിച്ചത്? ഇതൊക്കെ കേരളത്തിൽ നിന്നല്ലേ. അല്ലാതെ ആരും KM മൗലവി വിദേശത്ത് പോയി പഠിച്ചിട്ടില്ല, EK മൗലവി പഠിച്ചിട്ടില്ല, TK പഠിച്ചിട്ടില്ല, വക്കം മൗലവിയും പഠിച്ചിട്ടില്ല.
വക്കം മൗലവി സാമ്പത്തികമായി അല്പം ഭദ്രതയുള്ള ടീമായതുകൊണ്ട് അയാളുടെ വീട്ടിൽ വന്ന് ആളുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. എന്നാൽ ഈ വക്കം മൗലവിയും ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളൊന്നുമല്ല. ഒരു പത്രപ്രവർത്തകനും ആ മേഖലയിൽ പോയി പിന്നെ ആ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. ഏതായാലും ഈ 921 മുമ്പ് വക്കം മൗലവിയും KM മൗലവിയും ഒക്കെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എവിടുന്നാണ് പഠിച്ചത്? കേരളത്തിൽ നിന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. മദ്രസക്കെതിരെ പാടുന്ന ഒരു പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മദ്രസക്കെതിരെ സുന്നികൾ പാട്ടുപാടി എന്നൊരു പ്രചരണമുണ്ട്. ശരിയാണ്. ആ പാട്ട് ആരാണ് പാടിയത്? ഏത് മദ്രസക്കെതിരെയാണ് പാടിയത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വഹാബികളുടെ കാലം മുതൽ ദീനി പഠനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മദ്രസകളുണ്ട്. അത് ഓത്തുപള്ളി, പേര് പല പേരുകളായിരിക്കും, ഓത്തുപള്ളി എന്നും മറ്റുമൊക്കെ പേരിൽ മതപഠനം ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലോ. അത് എപ്പോഴാണ് ഈ പാട്ട് പാടിയത്? ഏത് മദ്രസക്കെതിരാണ് പാട്ട് പാടിയത്? ആ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമാകും. ഇവിടെ 921 മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഐക്യസംഘം എന്ന പേരിൽ ഒരു ടീം വന്നിരുന്നു. അതാണ് ഈ വക്കം മൗലവിയുടെയും KM മൗലവിയും ഒക്കെ ടീം. അവർ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ചോദ്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ 921 വരേക്കുമുള്ള കേരളത്തിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഖ്ദൂമുമാരുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂമുമാരുണ്ട്, ഉമർ ഖാദി ഉണ്ട്, മമ്പുറം തങ്ങളുണ്ട്, അങ്ങനെ വലിയൊരു ടീമുണ്ടല്ലോ. അവർ പഠിപ്പിച്ച തൗഹീദ് ശരിയല്ല, അത് ശരിയായ തൗഹീദല്ല എന്ന് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. 921 ശേഷം അതിനുവേണ്ടി അവർ മദ്രസ സ്ഥാപിച്ചിരുന്നു. അക്കാലത്ത് സുന്നികൾക്കുള്ളതുപോലെ തന്നെ ഇവരും മദ്രസ സ്ഥാപിച്ചു, അവരുടെ ആശയം പഠിപ്പിക്കാൻ വേണ്ടി. അത് 1923 കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് മേപ്പയ്യൂർ എന്ന സ്ഥലത്ത് അവരൊരു മദ്രസ തുടങ്ങി. മേപ്പയ്യൂർ. ആ മേപ്പയ്യൂരിൽ അന്ന് മദ്രസ തുടങ്ങുന്നത് AV അബ്ദുറഹ്മാൻ ഹാജി MLA ഉണ്ടല്ലോ. AV അബ്ദുറഹ്മാൻ ഹാജി MLAയുടെ ബാപ്പ AV അബ്ദുള്ള ഹാജി. അബ്ദുള്ള ഹാജി ഐക്യസംഘത്തിൻ്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അന്ന് ഐക്യസംഘത്തിൻ്റെ രൂപീകരണത്തിൽ AV അബ്ദുള്ള ഹാജിയുടെ കൂടെ പോയിരുന്നത് കടവത്തൂരുള്ള കുഞ്ഞിമൂസ മൗലവിയാണ്. കുഞ്ഞിമൂസ മൗലവി. അത് അന്ന് EK മൗലവിയും ഈ AV അബ്ദുള്ള ഹാജിയും നല്ല ബന്ധമായിരുന്നു. അവരാണ് ഈ മൗലവിയെ മേപ്പേരൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഐക്യസംഘത്തിൻ്റെ രൂപീകരണത്തിൽ പങ്കെടുത്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു ആവേശം ഉണ്ടാവുമല്ലോ, പ്രചോദനം. അതിൽ ശേഷം അവർ മേപ്പയ്യൂര് ഒരു സ്ഥാപനം തുടങ്ങി, ഒരു മദ്രസ തുടങ്ങി. ആ മദ്രസയിൽ സുന്നികളായ ആളുകളെയാണ് ഇവരതിലേക്ക് ക്ഷണിക്കുന്നത്. എന്തിനു വേണ്ടി? സുന്നികളായ നമ്മുടെ ബാപ്പമാരൊക്കെ നരകത്തിലാണ്, മുസ്ലിം അല്ല എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ആ ഒരു മദ്രസയെ എതിർത്തുകൊണ്ട് അവിടെ ആരും പോകരുത്, അവിടെ നിങ്ങൾ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മേപ്പയ്യൂരിലെ ഖാദിയായിരുന്നു മൊയ്പോത്ത് അരീക്കൽ അഹമ്മദ് മുസ്ലിയാർ. അരീക്കൽ എന്ന് പറഞ്ഞ ഒരു പണ്ഡിത കുടുംബമാണ്.
അവർ പാരമ്പര്യ പണ്ഡിത കുടുംബ. അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നിമിഷക്കവിയാണ്. ഭയങ്കര കഴിവുണ്ടായിരുന്നു. അറബിയിൽ നല്ല കവിത എഴുതുന്ന ആളായിരുന്നു. കടമേരി കോളേജിലെ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ്. അവരുടെ വാപ്പയാണ് അരീക്കൽ അഹമ്മദ് മുസ്ലിയാർ. അരീക്കൽ അഹമ്മദ് മുസ്ലിയാർ അന്ന് അവിടുത്തെ കാളിയായപ്പോൾ മഹാനവറുകൾ നിമിഷക്കവിയാണ്. ആ കുടുംബത്തിൽ ഒരുപാട് കവികളുണ്ട്. അവർ അഹമ്മദ് മുസ്ലിയാർ പാടിയ പാട്ടാണ് ഈ പറയുന്ന പാട്ട്. അതായത് അവരുടെ ആശയം പഠിപ്പിക്കാനായിട്ട് അവരുണ്ടാക്കിയ സ്ഥാപനത്തിനെതിരെ. അതെ, അത് ആ പാട്ടിന്റെ 2 വരിയെ വഹാബികൾ പാടലുള്ളൂ. ആ 2 വരി, ആ പാട്ട് ഫുള്ള് പൂർണ്ണമായും പാടിയാൽ ശരിക്ക് തിരിയും. അത് ഈ കുഞ്ഞിമൂസ മൗലവി ഉണ്ടാക്കിയ മദ്രസക്കെതിരാണ് ആ പാട്ട് വന്നത് എന്ന് ശരിക്ക് തിരിയും. ആ പാട്ടിന്റെ പൂർണ്ണ രൂപം ടി.കെ. അബ്ദുള്ള മൗലവി, അയാളുടെ ഒരു ജീവചരിത്രം പറയുന്ന ഒരു പുസ്തകമുണ്ട്, നടന്നു തീരാത്ത വഴികൾ. അതിൽ അദ്ദേഹം ഈ പാട്ടിന്റെ ശരിയായ രൂപം അത് ഇന്ന ആളിൽ നിന്ന് ലഭിച്ചു എന്ന് അതിന്റെ സനതൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പാട്ടില് വ്യക്തമായി പറയുന്നുണ്ട് ഇതേത് മദ്രസയെക്കുറിച്ചാണ് ഈ പാട്ട് പാടിയത്. ഞാൻ ആ ഭാഗം ആ പാട്ടൊന്ന് ഫുള്ള് പാടാം. പലപ്പോഴും പിന്നെ വഹാബികൾ പാടുന്ന പാട്ട് ഒരു കാലത്തും ലാത്ത ജേറുൽ ബനീന മദ്രസ വൈല്യാത്ത അല്ല മൂന, ഇങ്ങനെ പറഞ്ഞു. മദ്രസിന്റെ മീമ് ജഹന്നമിന്റെ മീമ് ഒന്നാണ് എന്ന് പാടി മദ്രസക്കെതിരെ പാടി. മാത്രമല്ല ഇത് ചാലകത്തിന്റെ മദ്രസക്കെതിരെയാണ് പാടിയത് എന്ന് വരെ അവർ പറയാറുണ്ട്. സംഗതി ചാലകത്തിന്റെ മദ്രസക്കെതിരെ അല്ല പാടിയത്, സുന്നികൾക്കെതിരെയുള്ള മദ്രസക്കും അല്ല പാടിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്രസ എന്നുള്ളത് പേര് വ്യത്യാസം ഉണ്ടെങ്കിലും സഹാബികളുടെ കാലം മുതലേ നടന്നു വരുന്ന ഒരു ഏർപ്പാടാണ്. അതിനെതിരെ ഒരിക്കലും ഒരു സുന്നി പണ്ഡിതന് ഒരു പാട്ട് പാടൂല. മാത്രമല്ല ഈ പാടിയ ഉസ്താദ് സ്വന്തമായിട്ട് ദർസ് നടത്തുന്ന ആളുമാണ്. അപ്പൊ ഈ പാട്ട് ഞാൻ ഫുള്ള് പാടാം. അപ്പൊ പാടുമ്പോൾ നമുക്ക് ശരിക്കും തിരിയും ഇതേന്ന് മറക്കാൻ. ഇബിലീസ് മദ്രസയിട്ടു ഫി അർളില്ല, നാടാകെ ദീന് നടത്തി ലഅനത്തുള്ള, മീമുല്ലി മദ്രസത്തിൻ വ മീമു ജഹന്നമി, ഒന്നാണ് ചങ്ങാതി വിലാത്ത വഹുമി. മൂസാ നബിക്കെതിരായി പണ്ടൊരു മൂസ, ഇസ്ലാമിനെതിരാണിന്ന് കുഞ്ഞിമൂസ. കുഞ്ഞിമൂസ എന്ന് പറഞ്ഞാല് കടവത്തൂർ നിന്ന് വന്നേ മേപ്പയ്യൂർ വന്നേ കുഞ്ഞിമൂസയാണ്, കുഞ്ഞിമൂസ മൗലവി. ഒരു കാലത്തും ലാ തജ്അലുൽ ബനീന മദ്രസ വയിൽ യതഅല്ലമൂന. ഈ വരിയെ എന്താണല്ലോ പാട്. ഇതിന് തൊട്ട മേലാ ഉള്ളത് കുഞ്ഞിമൂസ മൗലവിന്റെ മദ്രസക്കെതിരെ പാടുന്നത് ഇതിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അടുത്ത വരി, മൗലൂദിനും താടസ്സമല്ലേ കാലു. ഈ വഹാബികൾ മൗലൂദിനെതിരാണ്. മൗലൂദിനും താടസ്സമല്ലേ കാലു, ഉണ്ടോ ഇവർക്ക് 4 കാലും വാലു. ഇതാണ് ഈ പാട്ടിന്റെ പൂർണ്ണ രൂപം. ഇതിൽ തന്നെ വ്യക്തമാണ് ഇത് വഹാബികളുടെ മദ്രസക്ക് എതിരാണ് ഈ പാട്ട്. അല്ലാതെ സുന്നികൾ ഒരിക്കലും നമ്മുടെ അക്ഷരങ്ങൾ പഠിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിനെതിരെ തിരിയുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുകയോ ചെയ്യുകയില്ല എന്ന് ഉറപ്പാണല്ലോ. കാരണം ഈ പാടുന്ന ആളും വലിയ ആലിമാണ്, അവരും മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നതാണല്ലോ. ചാലിലകത്ത് വാഴക്കാട് വിട്ടത് ഈ ഒരു പാട്ട് പാടി പരിഹാസം കേട്ടിട്ടാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്തായിരിക്കുമോ അതിന്റെ ഒരു വസ്തുത? അതെ, ഇപ്പോ ഈ അടുത്ത ഈ പ്രാവശ്യത്തെ അൽമനാറിലും അത് പറയുന്നുണ്ട്. അതുപോലെ മുജാഹിദിന്റെ പല സുവനീറുകളിലും ഇത് പറയുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് കളവാണ് എന്നുള്ള ഉറപ്പ്. ഏത് ചാലകത്തിന്റെ മദ്രസക്കെതിരാണ് ഇത് പാടിയത് എന്നുള്ളത് ശുദ്ധമായ കളവാണ്. അത് ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ പാട്ട് തന്നെ നമ്മൾ പൂർണ്ണമായി പാടിയാൽ എന്ത് മനസ്സിലാവും? ഇത് മേപ്പയ്യൂരിലെ കുഞ്ഞിമൂസ മൗലവിയുടെ മുജാഹിദ് മദ്രസക്കെതിരെ പാടിയ പാട്ടാണ്. ഇനി വഹാബികൾ തന്നെ ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിമൂസ മൗലവിയുടെ മദ്രസക്കെതിരെ പാടിയ പാട്ടായിരുന്നു ഇത് എന്ന ചരിത്രം ആര് തന്നെ എഴുതുന്നുണ്ട്? മുജാഹിദീങ്ങൾ തന്നെ എഴുതുന്നുണ്ട്. മുജാഹിദീങ്ങളുടെ ഇന്നലകളുടെ വൈകൾ എന്ന് പറഞ്ഞിട്ടൊരു ചരിത്ര പുസ്തകമുണ്ട്. അവരുടെ കഴിഞ്ഞുപോയ മൗലവിമാരുടെ ചരിത്രം പറയുന്നു. ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിയാണ് അത് എഴുതിയത്. ആ പുസ്തകത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അതൊരിക്കലും ചാലകത്തിന്റെ സ്ഥാപനത്തെ പറ്റിയല്ല. പക്ഷെ അതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇവരത് സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വായക്കാട് ഒരു മദ്രസ ചാലകത്ത് തുടങ്ങി ആ മദ്രസക്ക് സുന്നിയൊക്കെതിരെ സംഗതി ആ പറയുന്നതും തെറ്റാണ്. ചാലകത്ത് മദ്രസ ഉണ്ടാക്കിയതല്ല. ചാലകത്ത് വായക്കാട് വന്നിട്ട് ഒരു മദ്രസ ഉണ്ടാക്കി പുതുതാക്കി തുടങ്ങി എന്നാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുക. സംഗതി അങ്ങനെയല്ല.
പിന്നെ വായക്കാട് മദ്രസ ആരംഭിച്ചത് 1871-ലാണ്. എന്നിട്ട് അവിടെ തെൻമിയത്തുൽ ഉലൂം എന്ന മദ്രസ സ്ഥാപിച്ചു. അവിടെ ഒരുപാട് ആലിമ്യങ്ങൾ, വലിയ വലിയ ആലിമ്യങ്ങൾ ദർസ് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മദ്രസാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് എന്തിനാണ്? ഉന്നത വിദ്യ. ഇന്ന് നമ്മൾ ശരിയത്ത് കോളേജ്, ദവാ കോളേജ് എന്നൊക്കെ പറയും പോലെയാണ് അന്ന് മദ്രസ എന്നുള്ള ഉപയോഗം. തെൻമിയത്തുൽ ഉലൂം മദ്രസ, അവിടെ ഒരുപാട് ആലിമ്യങ്ങൾ ദർസ് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ചാലകത്ത് ഉസ്താദിന്റെ പ്രധാന ശിഷ്യനാണ്. ചാലകത്ത് പലപ്പോഴും ക്ലാസ്സിലൊക്കെ ഈ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറയുകയൊക്കെ അത്രയും വലിയ ഇഷ്ടമാണ്. മാത്രമല്ല കൂടുതൽ സമയം പഠിച്ചതുമാണ്. ചാലകത്ത് പുളിക്കൽ ദർസ് നടത്തുന്നു, വാഴക്കാട് ചെറുശ്ശേരി അഹമ്മദ് കുട്ടികൾ ദർസ് നടത്തുന്നു. ചാലിലകത്ത് പുളിക്കൽ ദർസ് നടത്തുമ്പോഴാണ് കിബില വിവാദം വന്നത്. അങ്ങനെ ഒരു വിവാദമുണ്ട്, ഒരു ചരിത്രമാണ്. അത് വന്നപ്പം അവിടെ നിന്ന് ചാലിലകത്ത് പോരേണ്ടി വന്നു. ദർസ് ഒഴിവായി. പുളിക്കൽ നിന്ന് ദർസ് ഒഴിവായി. പുളിക്കൽ നിന്ന് ദർസ് ഒഴിവായെന്ന് കേട്ടപ്പം ശിഷ്യനും കൂടിയായ ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറഞ്ഞു വായക്കാട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ചാലിലകത്ത് വായക്കാട്ട് എത്തുന്നത്. അല്ലാതെ വായക്കാട് വന്നിട്ട് മദ്രസ തുടങ്ങിയല്ല. മദ്രസ ആദ്യം അവിടെ ഉണ്ട്. അന്നത്തെ മദ്രസ തെൻമിയത്തുൽ ഉലൂം മദ്രസയാണ്. ആ മദ്രസയിലേക്കാണ് ആള് വരുന്നത്, ചാലകത്ത് വരുന്നത്. ചാലകത്ത് വന്നപ്പം അവിടെ ഒരു പരിഷ്കരണം വരുത്തി. എന്താണ് പരിഷ്കരണം? ആ പരിഷ്കരണത്തെക്കുറിച്ചാണ് പിന്നീട് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ മദ്രസയെക്കുറിച്ചല്ല. മദ്രസ വേണോ വേണ്ടേ എന്നുള്ളതിലല്ല തർക്കം. പലപ്പോഴും ഈ വഹാബികളും ഈ സംഗതി മനസ്സിലായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ നമ്മൾ എന്താ കരുതുക, ചാലിലകത്തൊരു മദ്രസ തുടങ്ങി, 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്, ഇങ്ങനെ നമ്മളെ പ്രാഥമിക മദ്രസ ഉണ്ടല്ലോ, അത് തുടങ്ങിയപ്പം കുറേ സുന്നികൾ വന്നിട്ട് അതിനെതിരെ പൊട്ടിച്ചു കളഞ്ഞു, അത് പറ്റൂല എന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ മനസ്സിലുള്ളൊരു ചിത്രം. ചരിത്രം പഠിക്കുന്ന ആർക്കും തിരിയും ഇതല്ല സംഭവം. ചാലിലകത്ത് വായക്കാട്ടേക്ക് പോകുന്ന പിന്നെ മദ്രസയിൽ 1ാം 2ാം ക്ലാസ് എടുക്കാനല്ല, അവിടെ മുദരിസായിട്ട് പോവാണ്. അവിടെ മുദരിസായിട്ട് പോയിട്ട് മഹാനവറുകൾ ഒരു പരിഷ്കരണം അവിടെ കൊണ്ടുവന്നു. എന്തായിരുന്നു ആ പരിഷ്കരണം? മതഗ്രന്ഥങ്ങൾക്ക് പുറമെ അവിടെ ബയോളജിയും പിന്നെ അതുപോലത്തെ ഭൂമിശാസ്ത്രവും പിന്നെ അങ്ങനത്തെ കുറേ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു. ഇന്ന് നമ്മൾ ദേവാ കോളേജ് ഉണ്ടല്ലോ, ഇന്നത്തെ ദേവാ കോളേജിൽ തഫ്സീറുണ്ട്, മിഷ്കാൽ ഖുർആാനുണ്ട്, ഹദീസുണ്ട്, ഫിഖുണ്ട്, അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, +2 +1 ഒക്കെ ഉണ്ടല്ലോ. ഈ ഒരു ശൈലി അവിടെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വേണോ വേണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഈ ഭൗതിക വിദ്യാഭ്യാസം വേണോ എന്നുള്ളതിലല്ല പ്രശ്നം. ഈ 1871 ഈ ഭൂമി വഖഫ് ചെയ്തിട്ടുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയാണ്? അത് ദർസിന് വേണ്ടിയാണ്, ഖുർആൻ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനു വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം, അതിന്റെ ആസ്തി, അതിന്റെ ഫണ്ട് ഈ ബയോളജിയും അതുപോലെ ഫിസിക്സും പഠിപ്പിക്കാൻ പറ്റൂലേ? കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഇതാണ് തർക്കം. ഇതിന് അത് ഉപയോഗിക്കാൻ പറ്റൂലേ? ഇതാ തർക്കം. അപ്പൊ ചാലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ വലിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പരിശോധിക്കാം. ഞാനിവിടെ എന്താ ചെയ്യുന്ന പോലും അവർ പരിശോധിച്ചോട്ടെ. അങ്ങനെ വലിയ പണ്ഡിതന്മാർ, അന്നത്തെ വലിയ പണ്ഡിതന്മാര് മഖ്ദൂം കുടുംബത്തിൽപ്പെട്ടവരും അതുപോലെ പിന്നെ യൂസുഫ് മുസ്ലിയാർ, ഫലുഫരി പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ, അവരും അതുപോലുള്ള 3 or 4 ആലിമീങ്ങൾ വന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവരത് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഒരു തർക്കം വരുമ്പോൾ മുതിർന്ന പണ്ഡിതന്മാർ വരും, അത് പരിശോധിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായ പരിശോധന അവിടെ നടന്നു, അവർ അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഇത് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കെ മൗലവിയുടെ ജീവചരിത്രത്തിലുണ്ട്. കെ കരീം അത് പറയുന്നുണ്ട്. അന്ന് ഈ വിഷയം വന്നപ്പം പണ്ഡിതന്മാർ പരിശോധിച്ചു, അവിടെ തീർപ്പ് കൽപ്പിച്ചു, ഇതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്തായി, 1 or 2 ആളുകൾ വീണ്ടും ഒരു സംശയം പ്രകടിപ്പിച്ചപ്പം ചാലിലകത്ത് എന്ത് ചെയ്തു, ഒരു വിവാദത്തിന് ഞാനില്ല എന്ന നിലക്ക് ഓർ അവിടുന്ന് പിരിഞ്ഞ് നല്ലളത്തേക്ക് ദർസ് മാറുകയാണ് ചെയ്തത്. അല്ലാതെ ഈ പാട്ട് പാടിയിട്ട് അവിടുന്ന് ഓടിച്ച സംഗതി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഇല്ല. മദ്രസക്കെതിരെയുള്ള സംസാരം തന്നെ ഇല്ല. പിന്നെ ആകെയുള്ള തർക്കം എന്താണ്, ഇതിനു വേണ്ടിയാണല്ലോ ഈ സംഗതി വഖഫ് ചെയ്തത്. അപ്പൊ ദർസിന് വേണ്ടി എന്ന് പറഞ്ഞ വഖഫ് ചെയ്തത്, അത് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, ഈ പഠനത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റുമോ? ഈ പഠനം വേണ്ടെന്നല്ല കേട്ടോ, ബയോളജി പഠിക്കണ്ട അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പഠിക്കണ്ട എന്നതല്ല. അതിനു വേണ്ടി ദർസിന് വേണ്ടി നീക്കിവെച്ച അല്ലെങ്കിൽ വഖഫ് ചെയ്ത സ്വത്ത് ഇതിന് ഉപയോഗിക്കാമോ? ഇതാണ് അന്നത്തെ ചർച്ച. അത് പണ്ഡിതന്മാരത് പരിശോധിച്ചിട്ട് അംഗീകാരം കൊടുത്തു എന്നും ചരിത്രത്തിലുണ്ട്. പിന്നെ അതോടുകൂടി അവിടെ ക്ലോസ് ചെക്ക് ചെയ്ത സംഗതിയാണത്. പക്ഷെ ഇവരിപ്പം പൊക്കിക്കൊണ്ടുവരുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മദ്രസക്കൊക്കെ എതിരായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. 1951 ശേഷമാണ് മദ്രസ സമസ്ത ആരംഭിച്ചത് എന്നാണല്ലോ.
അപ്പൊ അന്ന് 10 മദ്രസയെ സമസ്തയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു പ്രചരണം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്രസ എന്നത് സ്വഹാബികളുടെ കാലം മുതലേ ഉണ്ട്. മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. ചാലകത്തിന്റെ സമയത്തും മദ്രസകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ മദ്രസ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്നുള്ള പ്രാഥമിക മദ്രസ ഉണ്ടല്ലോ, അതിലും മാറ്റങ്ങൾ ചാലകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അറബി മലയാള അക്ഷരമാലയിലൊക്കെ വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പണ്ഡിതന്മാരും വ്യത്യസ്ത രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. 1951 സമസ്ത മദ്രസ ഉണ്ടാക്കിയതല്ല. സമസ്ത മദ്രസ ഉണ്ടാക്കില്ല. നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണ്ടേ, ഈ ഇതിലൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സമസ്തയുടെ നേതൃത്വമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവരുടെ താനൂരുള്ള സ്ഥാപനം ഇസ്ലാഹുൽ മദ്രസയാണ്. ഈ മദ്രസ എന്നത്, അല്ലെങ്കിൽ പ്രാഥമിക മദ്രസ തന്നെ ഈ 1951 സമസ്ത ഉണ്ടാക്കിയല്ല. പ്രാഥമിക മദ്രസ സ്വഹാബത്തിന്റെ കാലം മുതലേ ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം അന്ന് മുതലേ മുസ്ലിമീങ്ങൾക്കുണ്ട്. ഒരാള് മുസ്ലിം ആയാൽ ഓനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണല്ലോ, നിർബന്ധമാണ്. ഫാത്തിഹ പഠിക്കണം, അതുപോലെ നിസ്കാരം പഠിക്കണം, ഇതെല്ലാം പഠിപ്പിക്കണ്ടേ? ഇതന്നെയല്ലേ മദ്രസയിൽ നടക്കുന്നത്. പിന്നെ 51 എന്താ ഉണ്ടായത്? 51 ഉണ്ടായത് മദ്രസകൾ പിന്നെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലും മദ്രസ നടക്കുന്നുണ്ട്. ഈ മദ്രസകൾക്ക് ഒരു ഏകീകരണ സ്വഭാവം വേണം, സിലബസ് വേണം, ഇതിനെ പരിശോധിക്കാൻ ആള് വേണം. അത് പിന്നെ 1951 വടകര വെച്ച് സമസ്തയുടെ 19ാം സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു മദ്രസ ഏകീകരണ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നത്. അതിന്റെ തീരുമാനം തന്നെ വായിച്ചാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. 1951 ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ വരുന്നത്. വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കിയല്ല, രണ്ടും രണ്ടാണ്. അന്നത്തെ പിന്നെ അൽബയാനിൽ വന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. കേരളത്തിൽ അങ്ങിങ്ങായി ചിന്നിച്ചിതറി കിടക്കുന്ന ദർസുകളും മദ്രസകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളിൽ നിന്ന് അണുവോളം എതിർപോകാതെ കാലോചിതവും വ്യവസ്ഥാപിതവുമായ ഒരു പദ്ധതി അനുസരിച്ച് ഏകീകരിച്ച് നടത്തപ്പെടുന്ന വിഷയത്തിലാണ് ബോർഡിന്റെ പ്രഥമവും പ്രധാനവുമായ ശ്രദ്ധ പതിഞ്ഞത്. അപ്പോൾ അവരുദ്ദേശിച്ചത് അതാണ്, അല്ലാതെ മദ്രസ എന്താക്കിയതല്ല, പുതുതായി ഉണ്ടാക്കിയതല്ല. ഇപ്പൊ അടുത്ത് ഏതോ ഒരാള് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സമസ്ത മദ്രസ തുടങ്ങിയത് 51 മറ്റോള് ഇത്രയല്ലേ, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. 51 മദ്രസ തുടങ്ങിയതല്ല. കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അനേകം മദ്രസകൾക്ക് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു അറിയിപ്പ് 1982 വന്നത് തന്നെയാണ് അൽബയാനിൽ വന്നത്. പിന്നെ ഈ ഏകീകരിക്കാൻ വേണ്ടി ഇവർ ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? അന്നത്തെ ആലിമ്യങ്ങൾ ചെയ്തത് ഒരു അപേക്ഷാ ഫോം ഉണ്ടാക്കി. എന്നിട്ട് ആ അപേക്ഷയിൽ ഈ മദ്രസന്റെ ആളുകൾ, കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാക്കണം, ഞങ്ങളെ മദ്രസ നിങ്ങൾ അംഗീകരിക്കണം എന്നൊരു അപേക്ഷ അങ്ങോട്ട് എഴുതി കൊടുക്കണം. അതിന്റെ ഒരു അറിയിപ്പ് ഞാൻ വായിച്ചുതരാം. ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രാഥമിക മദ്രസകൾ സ്ഥാപിതമായി കാണുന്നതിൽ ഏതൊരു മുസ്ലിമിനും സന്തോഷിക്കാതിരിക്കുകയില്ല. 1952 എഴുതുന്നത്. എന്നാൽ അവ വ്യവസ്ഥാപിതമായും ഏകീകൃതമായും ഒരു കേന്ദ്ര അടിസ്ഥാനത്തിലെ പദ്ധതി അനുസരിച്ചും നടത്തപ്പെടാത്തത് നിമിത്തം അവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫലം വേണ്ടത്ര എല്ലാ മദ്രസകളിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് സർവരും അറിയുന്ന ഒരു പരമാർത്ഥം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം കൊടുത്തിട്ട് ആ ഫോം പൂരിപ്പിച്ചു തരണം എന്നാണ് പറയുന്നത്. ആ ഫോമിന്റെ മാതൃക എന്ന് വായിക്കാം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് അവരുടെ സമക്ഷത്തിലേക്ക് ഡാഷ് മാനേജർ ബോധിപ്പിക്കുന്ന ഹർജി. മാന്യരെ, ഡാഷ് താലൂക്ക് ഡാഷ് അംശം ദേശം മഹലിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു മദ്രസ നടത്തി വരുന്നുണ്ട്. പ്രസ്തുത മദ്രസക്ക് ബോർഡിന്റെ അംഗീകാരം ലഭിക്കാൻ ഞങ്ങൾ അപേക്ഷിച്ചുള്ളൂ. ഇങ്ങനെ അപേക്ഷാ ഫോം കൊടുത്തിട്ട് സമസ്ത എന്താക്കും? ഈ വിദ്യാഭ്യാസ ബോർഡ് ആ മദ്രസ പോയിട്ട് പരിശോധിച്ചു, എന്നിട്ട് അംഗീകാരം കൊടുക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് കൊടുത്തതാണ് 10 മദ്രസക്ക്. മദ്രസ അതിനു മുമ്പേ ഉണ്ട്. ഇങ്ങനെ പരിശോധിച്ചിട്ട് ഈ അപേക്ഷ പൂരിപ്പിച്ച് തന്നത് ഫസ്റ്റ് 10 എന്ന് പറയുമ്പോൾ അക്കൊല്ലം 10 എന്നല്ല, അത് അൽബയാനിലെ ആദ്യത്തിൽ വന്നതാണ്. പിന്നീട് അൽബയാന്റെ തുടർ ലക്കങ്ങളിലൊക്കെ ഒരുപാട് മദ്രസകൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ വലിയൊരു തെറ്റിദ്ധാരണ വരുന്നത് പറഞ്ഞാൽ 51 സമസ്ത മദ്രസ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് മദ്രസ ഇല്ല എന്നല്ല.
1951 മദ്രസകൾക്ക് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാക്കിയാണ്. അങ്ങനെയാണ് 1952 എല്ലാ മദ്രസകൾക്കും ഒരേ പാഠപുസ്തകം, 1 മുതൽ 5 വരെയുള്ള പാഠപുസ്തകം 52 തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് വന്നു എന്ന് വെച്ചാൽ എല്ലാ മദ്രസകൾക്കും ഒന്നാം ക്ലാസ്സിൽ ഒരേ ബുക്ക്, 2ാം ക്ലാസ്സിൽ ഒരേ ബുക്ക്. അപ്പൊ പരീക്ഷ നടത്താനും പരിശോധിക്കാനൊക്കെ എളുപ്പമാണല്ലോ. ഈ സംവിധാനം കൊണ്ടുവന്നതാണ് 1951 സമസ്ത ചെയ്തത്, അല്ലാതെ മദ്രസ അന്ന് ആരംഭിച്ചതല്ല. ഈ അറബിക് കോളേജ് തുടങ്ങിയത് വഹാബികളാണോ? അറബിക് കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദർസിന്റെ മറ്റൊരു പേരാണ് അറബിക് കോളേജ്. പഴയ കാലത്ത് ദർസ് തന്നെയാണ് പറയല്. പിന്നീട് അത് അറബിക് കോളേജ്, ശരീഅത്ത് കോളേജ്, ഇങ്ങനെ മാറി മാറി വന്നതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, അറബിക് കോളേജുകൾ വഹാബികളാണ് ആദ്യം തുടങ്ങിയത്, പിന്നെ സുന്നികൾ അതിന്റെ പിന്നാലെ പോയതാണ്. ആ പറയുന്നതും ശരിയല്ല. കാരണം വഹാബികൾ തുടങ്ങി എന്ന് പറയുന്ന അറബിക് കോളേജ് ഏതാണ്? ഒന്ന് പുളിക്കൽ മദീനത്തുൽ ഉലൂം. ഈ പുളിക്കൽ മദീനത്തുൽ ഉലൂം എങ്ങനെ വന്നത്? MCC അബ്ദുറഹ്മാൻ മൗലവി പിന്നെ തിരൂരങ്ങാടി തറമ്മൽ പള്ളിയിൽ നടത്തിയ ഒരു ദർസ് ഉണ്ടായിരുന്നു. അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പുളിക്കലിലേക്ക് മാറിയതാണ്. അവിടെ അവരുണ്ടാക്കിയ സ്ഥാപനമല്ല. പുളിക്കലിൽ 1912 ചാലകത്തിന്റെ നിർദ്ദേശത്താൽ ഒരു സ്ഥാപനം വന്നിരുന്നു. അവിടെയും സുന്നികളാണ് തുടങ്ങിയത്. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നിർദ്ദേശപ്രകാരം പുളിക്കലിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. അൽ കവാക്കിബുൻ നെയ്യറ എന്നാണ് അതിന്റെ പേര്. ആ സ്ഥാപനത്തിന്റെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ഇവരെന്തൊക്കെയാണ് അത് കൈവശപ്പെടുത്തിയാണ്. അവിടത്തേക്ക് MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്ഥാപനം അങ്ങോട്ട് മാറിയതാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും കൂടി അവിടെ പോയിട്ട് തുടങ്ങിയതാണത്. ശരിക്ക് ആ സ്ഥാപനം തുടങ്ങുന്നതും അതിന്റെ ആസ്തി ഉണ്ടാക്കിയൊക്കെ ആരാണ്? സുന്നികൾ തന്നെയാണ്. പിന്നീട് ഇവർ പിടിച്ചെടുത്താണ്. മാത്രമല്ല അവിടെ നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തില് വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളാണ് വഹാബികൾ ഉണ്ടാക്കിയത്. 1940-50 കാലഘട്ടത്തിൽ നമ്മുടെ പള്ളികളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡ്യൂട്ടി. അല്ലാതെ ഒന്നും അവർ നിർമ്മിച്ചിട്ടില്ല. ഇപ്പൊ ഇടവണ്ണയായാലും ഒതായിലായാലും അവിടെ ഒക്കെ അവർ ചെയ്തത് എന്താണ്? അവിടെ പ്രാദേശികമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കും. എന്നിട്ട് ആ കമ്മിറ്റിയിലേക്ക് അവിടുത്തെ പള്ളിയുടെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യും. പഴയ കാലത്ത് ഇങ്ങനെ ആധാരങ്ങളും കാര്യങ്ങളും രജിസ്ട്രേഷനും അങ്ങനെ നോക്കൂലല്ലോ. അതിവരെന്ത് ചെയ്തു? ഇവര് ദുരുപയോഗം ചെയ്ത് അവരുടെ ഈ പ്രാദേശിക കമ്മിറ്റിയിലേക്ക് ഈ പള്ളിയുടെ ആധാരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രേഖ നോക്കുമ്പോൾ ആരുടെ കയ്യിലേക്കും? അവരുടെ കയ്യിലേക്കും. അങ്ങനെ ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ കവാക്കിബുൻ നെയ്യറ എന്നുള്ളത്. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നിർദ്ദേശത്തിൽ തുടങ്ങിയതാണ്. 1912 തുടങ്ങിയത്. 21 ശേഷമല്ല, 21 മുമ്പ് തുടങ്ങിയാണ്. അവിടെയാണ് മദീനത്തുൽ ഉലൂം എന്ന സ്ഥാപനം വന്നത്. അത് 1947-45 ശേഷമാണ്. എന്നാൽ അതിനു മുമ്പ് സുന്നികൾക്ക് അറബി കോളേജ് ഉണ്ട്. 1924 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് താനൂര് വലിയ കുളങ്ങര പള്ളിയിൽ മുദരിസായി വന്നു. അപ്പൊ അവര് ആ വർഷം തന്നെ വലിയ ഒരു മാറ്റം അവിടെ ഉണ്ടാക്കി. അവിടെ വലിയൊരു അറബി കോളേജ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പേര് അറബി കോളേജ് എന്നായിരിക്കില്ല, മദ്രസ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേരിന്റെ വിഷയം. അന്ന് അവിടെ മഹാനവറുകൾ പ്രിൻസിപ്പളായിരുന്നു, മാനേജറായിരുന്നു. ആ സ്ഥാപനത്തിന്റെ പേര് ഇസ്ലാഹുൽ ഉലൂം മദ്രസ എന്നാണ്. അത് 1924 വഹാബികൾ അതിന്റെയും കുറെ ഇപ്പുറത്താണ് സ്ഥാപനം തുടങ്ങുന്നത്. ഇനി വഹാബികൾ തുടങ്ങിയ വിദ്യാഭ്യാസം എന്താണ്? ഇവിടെ അഫ്ളുൽ ഉലമ പാസ്സായി കുറെ അറബി മുൻഷിമാരെ ഉണ്ടാക്കി എന്നതാണ്. അതുകൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ദീനിനില്ല. ഇല്ല എന്നുള്ളത് നമ്മൾ പറയല്ല, അവര് തന്നെ പറയുന്നുണ്ട്. ദർസ് സംവിധാനത്തെയും ഇവരുടെ ഈ അഫ്ളുൽ ഉലമ സംവിധാനത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് അവർ പറയുന്നുണ്ട് ദർസ് വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ പദ്ധതിയോ അത് വളരെ മോശമാണ് എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. കോഴിക്കോട് 2002 നടത്തിയ മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീറിൽ സിദ്ദീഖ് ഹസൻ എഴുതാണ്. ജമാഅത്തിന്റെ നേതാവാണ് എഴുതുന്നത്. മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലാണ്. കേരളത്തിൽ ദീനീ വിജ്ഞാനത്തെയും മതപരമായ മാർഗദർശനത്തെയും നിലനിർത്തുന്നതിൽ പള്ളി ദർസുകൾ വഹിച്ച പങ്ക് അതുല്യമാണ്.
കാരണം അത് ശരിയാണല്ലോ. കേരളത്തിൽ വന്ന ഏത് ആലിമിനെടുത്ത് നോക്കുങ്ങൾ, അവരൊക്കെ പള്ളി ദർസെന്ന് വന്നോല. ഇപ്പൊ ഈ ചാലിലകത്ത് വലിയ സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. സുന്നികളായ നമുക്കും അറിയാം വലിയ സംഭവമാണ് എന്ന്, വഹാബിയക്കും അറിയാം. ചാലിലകത്ത് പഠിച്ചത് എവിടെയാണ്? പള്ളി ദർസിലാണ്. സൈനുദ്ദീൻ മഖ്ദൂം വലിയ സംഭവമാണ്, വലിയ വലിയ ആലിമാണ്. മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ പിന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഫതുൽ മൊയ്ൻ അല്ലെ, അത്രയും വിശ്രുതാണ്. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനൊക്കെ എവിടെ പഠിച്ചത്? കേരളത്തിൽ ജനിക്കുകയും കേരളത്തിൽ പള്ളി ദർസിൽ പഠിച്ചാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിക്കുന്നത് കൊച്ചിയിലാണല്ലോ. മഹാനവറുകൾ അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന ദർസ് വിദ്യാഭ്യാസത്തിൽ വരുന്ന എവിടെയാണ്? കോഴിക്കോടാണ്, കുറ്റിച്ചിറയിലാണ്. അവിടെ റമദാൻ ഷാലിയാത്തിയുടെ ശിഷ്യന്റെ അടുക്കലാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പഠിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഈ ദർസ് സംവിധാനം വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആർക്കും അറിയാം, മുജാഹിദീങ്ങൾക്കും അറിയാം, ജമാഅത്തുകാർക്കും അറിയാം. ജമാഅത്തിന്റെ നേതാവാണ് പറയുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമായിരുന്നിട്ടുകൂടി പ്രഗത്ഭരായ ആലിമുകൾ പള്ളി ദർസുകളിലൂടെ ദീനീ വിദ്യാഭ്യാസത്തെ നിലനിർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. നിലവിലെ സമുദായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതും പള്ളി ദർസുകളുടെ അവശേഷിപ്പുകളാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ അവസാനം പറയാണ്, ആധുനിക അറബി യൂണിവേഴ്സിറ്റികളുടെ പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകങ്ങളും പഠിച്ച ശേഷം സമ്പൂർണമായ നവീകരണം ഈ രംഗത്ത് നടക്കണം. നിലവിലെ പാഠ്യക്രമം തൃപ്തികരമല്ല. മുറിമല്ലമാർ എന്ന് പറയാവുന്ന ബിരുദധാരികളെ പടച്ചുവിടാൻ മാത്രമേ ഇന്നത്തെ BA അഫ്ളലുൽ ഉലമ പാഠ്യക്രമത്തിലൂടെ സാധിക്കുന്നുള്ളൂ. അവർ അബദ്ധങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. തന്മൂലം അറബി ഭാഷയ്ക്ക് ഉച്ചാരണ ശുദ്ധി പോലും നഷ്ടമായിട്ടുണ്ട്. സിദ്ദീഖ് ഹസൻ ഇതാണ്. അപ്പൊ അഫ്ളലുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി എന്നല്ലാതെ, അഫ്ളലുൽ ഉലമ കോഴ്സ് ഉണ്ടാക്കി എന്നതല്ലാതെ കാര്യമായിട്ട് മതപരമായ അഗാധ പാണ്ഡിത്യം ഉണ്ടാക്കുന്ന ഒരു ടീമിനെ ഇറക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് നമുക്ക് ഇന്നത്തെ സാഹചര്യം തന്നെ മനസ്സിലാക്കിയേ കഴിയും. ഇന്നിപ്പോ വഹാബികളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ പരിശോധിച്ച് നോക്ക്. ഒരു വലിയ പാണ്ഡിത്യമുള്ള, ഒരു അഗാധ പാണ്ഡിത്യമുള്ള ഒരാള് ഇന്നുവരെ വന്നിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മതപരമായി കർമ്മശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഹദീസിന്റെ വിഷയത്തിലോ ഖുർആന്റെ വിഷയത്തിലോ ഒരു ഗഹനമായ ഒരു ഗ്രന്ഥം അവർക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്ഥാപക നേതാക്കൾ മുതൽ ഇങ്ങോട്ട് തന്നെ പരിശോധിച്ച് നോക്ക്. ഇപ്പൊ KM മൗലവി ആകട്ടെ, ഈ MCC-മാരാകട്ടെ, അതുപോലെ ആരായാലും അവർക്കൊന്നും ഒരു പഠനാർഹമായ ഗ്രന്ഥം ഇല്ലല്ലോ. എന്നാൽ നമ്മുടെ ആലിമീങ്ങൾക്ക്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളും അതുപോലെ കഴിഞ്ഞു പോയതുമായ കേരളത്തിലെ ആലിമീങ്ങളെ പരിശോധിച്ച് നോക്ക്. എത്ര ഗ്രന്ഥങ്ങളാണ് അവർക്കുള്ളത്. അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പൊ മിഷ്കാത്തിന് ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഒരു ശറഅ് ഇബ്നു ഹജർ തങ്ങളിലുണ്ട്. എന്നാലും നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എത്ര വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് രചിച്ചത്. ഹദീസിന്റെ ശറഹാണ് അത്. നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മുടെ നാട്ടിൽ പള്ളി ദർസിൽ പഠിച്ച ആളാണല്ലോ. അതുപോലെ കോടമ്പോയ ബാവ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഖുർആനിന്റെ തഫ്സീർ ജലാലൈനി, തൈസീറുൽ ജലാലൈനി എത്ര വാള്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വാള്യങ്ങളുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഇന്നും രചിക്കുന്നവർ നമ്മുടെ പള്ളി ദർസിൽ നിന്ന് വളർന്നു വന്നവരുണ്ട്. ഇപ്പോൾ പള്ളി ദർസിൽ നിന്ന് ഈ അടുത്ത കാലത്തായി പഠനം കഴിഞ്ഞ് രംഗത്ത് വന്നവരും വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുന്നുണ്ട്. അങ്ങനെ അറബി വ്യാകരണ വിഷയത്തിൽ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച അഹ്സനിമാരുണ്ട്, കോടൂർ അഹ്സനി, അതുപോലുള്ള ഉസ്താദുമാർ ഒരുപാടുണ്ട്. എന്നാൽ ഇത്തരം ഒരു ശൈലി എന്തുകൊണ്ടാണ് ഈ വഹാബികളുടെ സ്ഥാപനത്തിൽ പഠിച്ചവരിൽ നിന്ന് കാണാത്തത്? അവരും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികൾ ഇപ്പൊ സലഫി ആവട്ടെ, സലാഹി ആവട്ടെ, സുല്ലമി ആവട്ടെ, ഇതിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു കനപ്പെട്ട ഒരു ഗ്രന്ഥം എഴുതി ആരാണുള്ളത്? ആരുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഇത് വെറും ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു പഠനം, അത്രയേ ഉള്ളൂ. എന്നാൽ ദർസ് സംവിധാനം അങ്ങനെയായിരുന്നില്ല. അവരഗാധമായ പാണ്ഡിത്യം അതിൽ അവിടെയുള്ള മുദരിസുമാര്, ഉസ്താദുമാര് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ 10-15 കൊല്ലം അവിടെ ഇരുന്നവർ പഠിക്കും. ആ പഠനത്തിന്റെ ഫലം പിന്നീട് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയത്. പിന്നീട് അൽഹംദുലില്ലാഹ് നമ്മുടെ സുൽത്താനുൽ ഉലമ കാന്തപുർ ഉസ്താദിന്റെ കാലം വന്നപ്പം സാമ്പത്തികമായും കൂടി നമുക്ക് വലിയ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി.
വിദേശത്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെ അധ്വാനത്തിന്റെ ഫലം കൂടി വന്നപ്പോൾ വലിയ വിപ്ലവങ്ങൾ നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നമ്മൾ കൊണ്ടുവന്നപ്പം ആ രംഗത്തുകൂടി പണ്ഡിതന്മാർ നന്നായി വളർന്നു വരുന്നുണ്ട്. അഡ്വക്കേറ്റുമാരും എഞ്ചിനീയർമാരും അതുപോലെ എല്ലാ വിഷയത്തിലും കഴിവ് തെളിയിച്ച, അതോടൊപ്പം തന്നെ മതവിഷയത്തിലും വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ ഇന്ന് മുഷാവറംഗങ്ങളായിട്ട് വരെയുണ്ടല്ലോ. അപ്പോൾ ഈ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇപ്പൊ നോളജ് സിറ്റി ഒന്ന് വന്നു, ഇനി രണ്ടാമത്തെ വരികയാണ്. ഈ പുരോഗമനം നമ്മുടെ പണ്ഡിതന്മാർ ഓരോ വർഷം കഴിയുന്തോറും അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബികളുടെ കാലം മുതൽ വന്നു, അവിടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം വന്നു, പിന്നെ ഇപ്പുറത്ത് ചാലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ കാലം വന്നു, പിന്നെ പറവണ്ണയുടെ കാലം വന്നു, ഇപ്പൊ സുൽത്താനുലമയുടെ കാലം വന്നു. ഈ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായ മാറ്റങ്ങൾ മതപഠന വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതല്ലാതെ മതപഠനത്തിന് സുന്നികളെതിരായിരുന്നു, അവർ മദ്രസക്കെതിരായിരുന്നു എന്ന പ്രചരണം ഈ ബ്രിട്ടീഷുകാര് മുസ്ലിമീങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചതുപോലെ അത് വെറും കളവാണ്. അതിലൊരു യാഥാർത്ഥ്യവും ഇല്ല.